മമ്മൂട്ടി ഒരു ഇടത് സഹയാത്രികൻ. അത്യാവശ്യത്തിന് ഇടതുപക്ഷം വിളിക്കുന്ന പരിപാടികളിലും സർക്കാർ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. വയനാട്ടിൽ സംഭവിച്ചത് എന്താ? ഇല്ല, വയനാട് സംഭവിച്ചൊന്നുമില്ല. നമുക്ക് ആ ഇടത് സഹായാത്രി എന്നുള്ള ഒരു സത്യമാണ്. പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. സിനിമയിൽ വന്ന സമയത്ത് നമുക്ക് ആ ഒരു ആദ്യ സമയത്തൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഈ ഇടതുപക്ഷ സ്വഭാവമുള്ള ഈ ആർട്ട് സിനിമക്കാരൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസോസിയേഷൻ വരുന്നത്. പിന്നാണ് അദ്ദേഹം മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം ഒരു മഴയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇടത് അനുഭാവിയായതോ അതല്ലെങ്കിൽ എന്തെങ്കിലും പോലെ എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇടതുപക്ഷക്കാരനായതോ അല്ല. അതായത് വളരെ ജെനുവിനായിട്ട് കേരളത്തിൽ നമ്പർ 1 ഇടതു അനുഭാവി സഹയാത്രികൻ എന്ന് പറയാവുന്ന ആളാണ് മമ്മൂക്ക. ഈ വിഷയത്തെ സംബന്ധിച്ച് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മമ്മൂക്കയ്ക്ക് വേറെ വലിയ ഐഡൻറ്റിറ്റി ഉണ്ട്. അത് കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നാണ്. കേരളത്തിൽ അങ്ങനെ അഭിമാന സ്തംഭങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മമ്മൂക്ക, ലാൽ സാർ, യേശുദാസ്, ഇവർ 3 പേരുമാണ്. രാഷ്ട്രീയ രംഗത്തിലാണെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഓൺലി പിണറായി വിജയൻ. ഇത്രയേ ഉള്ളൂ. നല്ല കേരളത്തിലെ ഒരു അഭിമാന സ്തംഭം എന്ന് നമുക്ക് പറയാവുന്നത് രാഷ്ട്രീയക്കാരിൽ അങ്ങനെ ഈ സാംസ്കാരിക രംഗത്ത് അതിലേറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ആളുകൾ ആരെന്ന് വെച്ചാൽ മമ്മൂക്ക, ലാൽ സാറും തന്നെയാണ്. എല്ലാവർക്കും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒരുപാട് ചാരിറ്റി, ഇവരൊക്കെ ഒരു മോഡൽ എന്ന് വെച്ചാൽ പ്രഗ്നൻസി സാറാണ് ചാരിറ്റി ചെയ്യുന്നത്. പക്ഷെ ഇവരൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ ഇത്തരം വിഷയങ്ങൾ ഒരു ജെന്യൂൻ കൺസേൺ ഉള്ള ആളാണ്. ഇടയ്ക്ക് മമ്മൂക്കയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറയുന്നത് സജീവമായി വരുന്ന സമയമാണ്. ഒരു 3 മണിക്കൂർ പ്ലെയിൻ യാത്രയൊക്കെ ചെയ്ത് അവിടെ വന്ന് അദ്ദേഹത്തിന് അവിടെ ആളാവാൻ വേണ്ടിയിട്ടോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ട്രോജൻ പണി എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. അദ്ദേഹത്തെ മനസ്സിൻ്റെ നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു എമ്പതി കൊണ്ടാണ് അദ്ദേഹം വന്നത്. അവിടെ CPIM ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതല്ല, ഫുൾ ടൈം നടക്കാൻ ശ്രമിച്ചാണ് പ്രശ്നം. അദ്ദേഹത്തിനെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു പാർട്ടി മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അത് നമുക്കൊക്കെ മനസ്സിലാവില്ലേ? ഇപ്പം ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയൊക്കെ കണ്ടു വളർന്ന സിനിമ മമ്മൂക്കാൻ്റെ സിനിമകളായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാലമായിട്ട് ഫീൽഡിലുള്ളതാണ്. ഇത്ര അനുഭവങ്ങളുള്ള മനുഷ്യനാണ്. ഒരു വെള്ളിക്കരണ്ടിയായിട്ട് വന്നിട്ട് AC കാർ ടു AC ഹോട്ടൽ ജീവിച്ചിരുന്ന ആളല്ല മമ്മൂക്ക. വളരെ താഴെത്തട്ടുന്ന് വളരെ കഷ്ടപ്പെട്ട് തന്നെ സിനിമയിൽ എത്തിച്ചേർന്ന് അവിടെ നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുമല്ലോ. നമുക്കൊരു ദുരന്തം നടന്ന സമയത്തല്ല നമ്മുടെ രാഷ്ട്രീയം പറയേണ്ടത്. ദുരന്തം നടന്ന സമയത്ത് മറ്റുള്ളവർക്ക് 3ാം ഘട്ട രാഷ്ട്രീയക്കാരന് മുതലാക്കാൻ വേണ്ടി നിന്ന് കൊടുക്കേണ്ട ആളുമല്ല നമ്മൾ. നമുക്കൊക്കെ പറയാം. നമുക്ക് കേരളത്തിൻ്റെ പൊതു സ്വത്തല്ലേ. ഞങ്ങളേത് RSSന്റെ വീട്ടിൽ പോയാലും ഏത് SCPIക്കാരൻ്റെ വീട്ടിൽ പോയാലും അവിടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആരാ? സിനിമ കാണുന്നവരാണ് മമ്മൂക്കാൻ്റെ ക്യാരക്ടേഴ്സാണ്. ആ ഒരു രാമൻ്റെ സ്വഭാവമുള്ള പുരുഷ കഥാപാത്രം. മോഹൻലാലിനെ പറ്റി വലിയേട്ടൻ. മോഹൻലാലിനെ പറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ ബോയ് നെക്സ്റ്റ് ഡോറാണ്. മനസ്സിലായില്ലേ? ഇവരങ്ങനെ 2 രീതിയിൽ. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അങ്ങനെ പറയേണ്ടിയിരുന്നു. ഒരു പറഞ്ഞത് നല്ല കാര്യമാണ്. 2 കാര്യം. ഒന്ന്, ഒരു ദുരന്തം നടക്കുന്നത് അത് ഒരുമാതിരിയുള്ള പെർഫോമൻസ് രാഷ്ട്രീയക്കാർ കാണിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ദുരന്തങ്ങളൊന്നും തന്നെ ഈ പറയുന്നതിനെ പോലെ വിറ്റ് കാശാക്കാനുള്ളതല്ല. ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു വിഷയമാണ്. അതിനെ ആ രീതിയിൽ മുതലെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് അന്നപ്പം തന്നെ നമ്മളത് എന്ത് ചെയ്യണം? നമ്മളത് സ്റ്റോപ്പ് അത് കൃത്യമായ നടപടി എടുക്കണം. അതാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഇവരെന്തിനാണ് ഈ പറയുന്ന സൈബർ സഹാക്കൾ കിടന്ന് കരയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, മമ്മൂട്ടി രാഷ്ട്രീയ ലേബലിന് വേണ്ടി അങ്ങനെ നിന്ന് കൊടുത്തിട്ടേ ഇല്ല ഇന്നേ വരെ. ഇല്ല, നമുക്ക് ചില കൺവിക്ഷൻസ് ഉണ്ട്. ഒരു പണ്ടേ അത് എനിക്കൊന്ന് വിശ്വനാഥൻ മേനോനോ മറ്റോ ഒക്കെ ആയിട്ട് വക്കീല് CPM അദ്ദേഹത്തിലുള്ള ബന്ധം വഴിയാണ് അദ്ദേഹം CPM ആയിട്ട് ആ രീതിയിൽ എടുക്കുന്നത്. പിന്നെ അതിന് പഠിക്കുന്ന സമയത്തൊക്കെ അനുഭവമുണ്ട്. അപ്പം ഇതിന് ഏറ്റവും വലിയൊരു വഴിത്തിരിവ് വരുന്ന കൈരളി TV ഉണ്ടായ സമയത്താണ്. അപ്പം പിണറായി വിജയൻ്റെ ആദ്യത്തെ പ്രസ്റ്റീജ് പ്രൊജക്റ്റാണ് കൈരളി TV. അപ്പം മമ്മൂക്കാനെ, ലാൽ സാറിനെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സ് ആകാൻ വേണ്ടി വിളിച്ചത്. പക്ഷേ ലാൽ സാർ അത് പറ്റില്ല എന്ന് തോന്നുന്നു. മമ്മൂക്ക അത് നിന്നു. മമ്മൂക്കാൻ്റെ ഒരു പേരിൽ തന്നെയാണ് വലിയ രീതിയിൽ കൈരളി ചാനലിൻ്റെ ഓഹരികൾ വിറ്റുപോയത്. മാത്രമല്ല, ഇന്നും മമ്മൂക്കാൻ്റെ ഒരു ആഗ്രഹിക്കുന്ന രീതിയിൽ കൈരളി ചാനൽ വളർന്നിട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം അത് വിട്ടുപോയിട്ടില്ല. അത് കൈരളി ചാനൽ നമുക്കൊക്കെ ഒരു ബാധ്യതയാണ്. നമുക്ക് ശതമാനമായിരിക്കുന്ന ചാനൽ ആ രീതിയിൽ വളർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം അത് വിട്ടുപോയിട്ടില്ല. പിന്നെ ഈ ഗവൺമെൻറ് അല്ല, ഏത് ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാ രീതിയിലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം ഈ പാർട്ടിക്കാണ് അദ്ദേഹത്തെ ആവശ്യം. മമ്മൂക്കാക്കല്ല ഈ പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല. മമ്മൂക്കാക്ക് ദേശീയ അവാർഡ് കൊടുത്ത മൊത്തം കോൺഗ്രസ്സുകാരല്ലേ. കോൺഗ്രസ് CPM എന്ത് കോളമുള്ളത്? അപ്പം മമ്മൂക്കാനെ കൊണ്ട് അത് എസ്പെഷ്യലി പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ മമ്മൂക്കാക്കുള്ള ഒരു ആക്സെപ്റ്റൻസ് CPM സംബന്ധിച്ച് ഈ ഒരു എന്താണ് അക്രമ സ്വഭാവമുള്ള പാർട്ടി എന്നുള്ള ഇമേജ് മാറ്റിയെടുക്കാൻ അവർ കൊണ്ടും ചെയ്തിട്ടുണ്ട്. മൈനോറിറ്റി എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി ഇടയിൽ CPM ഉണ്ടായിരുന്ന ഒരു അൺടച്ചബിലിറ്റി മാറ്റിയെടുക്കാൻ മമ്മൂക്കയുടെ ഒരു സാമീപ്യം ഗുണകരമായിട്ടുണ്ട്. മമ്മൂക്കാനോട് ഇവരാണ് കടപ്പെട്ടിരിക്കുന്നത്. അതെ, കേരളം 10 വർഷം മുമ്പാണ് കേരളം ഉണ്ടായതെന്ന് വിചാരിച്ചെടുക്കുന്ന കുറേ സൈവ അനുയായികളും ന്യൂ ജനറേഷൻ ആളുകളുമുണ്ട്. അവർ കാണിക്കുന്നൊരു മണ്ടത്തരമാണിത്. അതെ, പാർട്ടി ആ രീതിയിൽ അതങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരാണെന്ന് ശ്രമിക്കേണ്ടിയിരുന്നത്. പിന്നെ മമ്മൂക്കാനെന്ന് അടുത്ത് കിട്ടിയ ആളുകൾ പൊതുവെ ഫോട്ടോ എടുക്കാനും അടുത്ത് വെക്കാനൊക്കെ ആഗ്രഹിക്കുക സത്യമാണ്. പക്ഷേ അത് ഒരു പാർട്ടി സെക്രട്ടറിയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളാരാ നമ്മൾ സ്വയം മനസ്സിലാക്കണം. അത് അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അത് അയാളുടെ കുറ്റമാണ്. അതായത് പാർട്ടി സെക്രട്ടറിയാണ് വിമർശിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ പാർട്ടി സെക്രട്ടറി ഈ സിനിമക്കാരെക്കാട്ടൊക്കെ വലിയ ആളാണെന്നല്ല. പിന്നെ എന്തിനാണ് അവിടെ പോയി മമ്മൂക്കാൻ്റെ അടുത്ത് നിങ്ങൾ ചെറുതാവുന്നത്? അങ്ങനെയാണല്ലോ ഈ സിനിമക്കാർക്കും സാഹിത്യകാരന്മാർക്കൊന്നും വലിയ വരൊന്നുമില്ല. പാർട്ടിയാണ് പ്രധാനം. അങ്ങനെ നിങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി മമ്മൂക്കാൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ എടുത്തതോ കൂടെ നടന്നാലും ഫുൾ ടൈം കൂടെ നിന്നിട്ട് ഉടക്കാൻ പോയത് എന്താണ്? ഇവർക്കൊന്നും വലിയ സ്വാധീനമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണല്ലോ. പിന്നെന്തിനാണ് ഈ പറഞ്ഞതുപോലെ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തിയത്? ഇതൊക്കെ തോന്നിയ ദിവസമാണ്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തോട് വയനാട്ടിൽ എന്തെങ്കിലും പാർട്ടി ചിലപ്പോൾ ദോഷം ചെയ്യും. മമ്മൂക്ക തന്നെ വലിയ ഫാൻസ് ഉള്ളതല്ലേ. അത് വയനാട്ടിൽ മാത്രമല്ല ഓൾ കേരള അടിസ്ഥാനത്തിൽ അതായത് സ്ത്രീകളുടെ ഇടയിലൊക്കെ ദോഷം ചെയ്യും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. കാരണം അതിൽ ലോജിക്കില്ല. അത് നിങ്ങൾ മമ്മൂക്കൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? നീ പോടാ ഇട്ടിക്കണ്ണപ്പ എന്ന് വില്ലനോട് പറയുന്ന തെറ്റിയുന്ന വില്ലനോട് പറയുന്ന ക്യാരക്ടറാണ്. അതല്ല നമുക്ക് എന്തായാലും അവിടെ കാണിച്ചത്. അല്ലെ, പാർട്ടി ഇപ്പൊ ഇതിനകത്തെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ അവർ. അതുകൊണ്ടാണല്ലോ. അല്ല, മമ്മൂക്കയുടെ അവിടെ ഫോട്ടോ എടുത്ത് പോയാൽ പോലെ ഫുൾ ടൈം നടക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ അത് ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു വൃത്തികെട്ട സമയമായിരുന്നു. അല്ലെ, ഒരു ഇടത് സ്വഭാവമുള്ള ആളായതുകൊണ്ടാണല്ലോ അവർ പാർട്ടി ഇടത് സ്വഭാവമുള്ള ആള്. അദ്ദേഹം ഈ പാർട്ടി നേതാവല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അദ്ദേഹം പാർട്ടി കൊണ്ടാണ് അദ്ദേഹം ഉണ്ടായത്. ഇവിടെ CPM മെൻഷൻ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയെ മൊത്തം കുറ്റം പറഞ്ഞു നടന്ന സമയത്ത് NSC അത് പോകണം, അവിടെയുള്ള മെൻഷൻ സിനിമക്കാർ ഓടിച്ചു വിടണം എന്ന് പറഞ്ഞ സമയത്ത് അന്നും ആ സമയത്ത് വന്ന് സൂപ്പർ സ്റ്റാറായ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളർത്തി CPM അവിടെ അദ്ദേഹത്തെ വളർത്തി കേരളമാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ചാൻസ് പ്രധാനമന്ത്രി ജീവിതത്തിൽ നിർണായക സംഭവങ്ങൾ വെച്ചാൽ ജോയ് തോമസിൻ്റെ സിനിമകളാണ്. ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള സിനിമകൾ. അദ്ദേഹം അതിൻ്റെ മുമ്പ് ജോയ് തോമസ് എടുത്ത സിനിമകൾ. വേറെ ഒന്നെന്ന് വെച്ചാൽ യമനിക. വേറെ ഒന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. KGO തന്നെ മേള. അതിലാണ് അദ്ദേഹം താഴെ. പിന്നെ ഇയാളുടെ എന്താണ് മരിച്ചുപോയി വിശ്വംഭരൻ്റെ സ്ഫോടനം. അതുപോലെ ഐ വി ശശിസാറിൻ്റെ കൃഷ്ണ. ഐ വി ശശിസാർ CPI അനുഭാവിയാണ്. അപ്പം ഈ സിനിമകളിലൂടെയൊക്കെയാണ് നമുക്ക് വന്നത്. അല്ല CPM അല്ല. അന്ന് മെൻഷൻ സിനിമയിൽ CPM ഇല്ല കാര്യമായിട്ട്. CPI-ക്കാരാണ് കൂടുതലായിട്ട്. ഈ പറയുന്ന KPSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള CPI-ക്കാരാണ് പൊതുവെ. അത് ചെറിയ റോളുകൾ ചെയ്യുന്ന ആളുകളാണ്. മെൻഷൻ സിനിമയിൽ കത്തി നിന്ന NSC കോൺഗ്രസ്സുകാരനായിരുന്നു അവസാനം. കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. സത്യൻ ബേസിക്കലി CPM ആണ്, കമ്മ്യൂണിസ്റ്റാണ്. അവിടെ ഞാൻ പോലീസായിരുന്ന സമയത്ത് പൊന്നപ്പോൾ ഒരാൾ ലാത്തിചാർജ് നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ ഈ പറയുന്ന സുകുമാരനാണ്, പൃഥ്വിരാജിൻ്റെ അച്ഛനാണ് പിന്നെ ഇടതുവശ അനുഭവം ഉണ്ടായത്. അത് വെച്ച് ചവിട്ടിക്കൂട്ടി അപ്പത്താക്കി. അപ്പോൾ മെയിൻ സ്ട്രീം സിനിമയിൽ ഒരുപക്ഷെ ആദ്യമായൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം കൊണ്ടുവന്ന ആളാണ് മമ്മൂക്ക. മമ്മൂക്കാനോട് അവരല്ലേ നന്ദി വേണം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.